പ്രിയമുള്ളവരെ, ഒരു ആമുഖ പ്രഭാഷണത്തിൻ്റെ ആവശ്യതയില്ല. ഇന്ന് നമ്മൾ കാണുന്ന, ഇന്ന് നമ്മുടെ മാതൃഭൂമി ചാനലിൽ ഓരോ വിഷയത്തെയും അധികരിച്ചുകൊണ്ട് വളരെ വ്യക്തമായും കൃത്യമായും നിലപാടുകൾ സൂചിപ്പിക്കുന്ന നമ്മുടെ കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലേക്ക് വന്നിരിക്കുന്ന ശ്രീമതി മാധവർകളെയും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ നെടുന്നുടനായിട്ടുള്ള അഡ്വക്കേറ്റ് ഐ മൂസ അവർകളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സെഷനിലേക്ക് ലിറ്ററേച്ചർ ഫെസ്റ്റിന് വേണ്ടി ഞാൻ മാധവ് സജിയെ സ്വാഗതം ചെയ്യുന്നു. കേരളത്തിലെ ദൃശ്യ മാധ്യമ രംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായ വ്യക്തിയാണ് മാധവ് സജി. അവതരണ ശൈലി കൊണ്ടും അതുപോലെ തന്നെ കാലികമായ പ്രസക്തമായ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതിയിലും കേരളത്തിലെ ദൃശ്യ മാധ്യമ രംഗത്ത് വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഈ 3-ാം പതിപ്പിൽ മാധ്യമരംഗത്തെ കാലിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ്. എനിക്ക് ആദ്യമായി ചോദിക്കാനുള്ളത്, ദൃശ്യ മാധ്യമരംഗത്ത് വർത്തമാന കാലഘട്ടത്തിൽ ആ മേഖലയിൽ ജോലി ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർക്ക് താരപരിവേഷം ലഭിക്കുന്നുണ്ട്. അത് മാധവിനെ പോലുള്ള മാധ്യമ പ്രവർത്തകർക്ക് സൗകര്യമായി തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതൊരു അസൗകര്യമായി തോന്നിയിട്ടുണ്ടോ എന്നതാണ് ആദ്യത്തെ ചോദ്യം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് വടകരയിൽ വരുന്നത്. മുമ്പ് ഇലക്ഷൻ ഉണ്ടായിട്ട് പോലും ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനൊരു അവസരം ഉണ്ടായതിന് നന്ദി പറയുന്നു. കേട്ടിട്ടുണ്ട് ഒരുപാട് എന്നതിൽ ആർക്കും സംശയമൊന്നുമില്ലല്ലോ. ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുന്നു. നമ്മുടെ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ തലവാചകത്തിൽ ജനാധിപത്യം എന്നൊരു വാക്കുണ്ട്. നമ്മൾ അതിനുവേണ്ടി ഒരുപാട് വില കൊടുത്തവരാണ്. നമ്മൾ അതിനുവേണ്ടി ജീവിച്ചവരും അതിനുവേണ്ടി മരിച്ചവരും അവരുടെയൊക്കെ പിന്തുടർച്ചക്കാരുമാണ്. കലയും പ്രകൃതിയും ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ, മനുഷ്യനെയും അവൻ്റെ സ്നേഹത്തെയും അവൻ്റെ അവകാശങ്ങളെയും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ ജനാധിപത്യം എന്നൊന്നില്ലാതെ അത് കഴിയുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല. ഒരു തിരഞ്ഞെടുപ്പ് കാലം കൂടി വരികയാണ്. നമ്മൾ ജനാധിപത്യത്തിലാണ് ജീവിക്കുന്നത് എങ്കിലും അതിൻ്റെ പൂർണ്ണാർത്ഥത്തിന് വേണ്ടി നമുക്കിത് പോരാ എന്ന് ഓരോ ദിവസവും മത്സരിക്കുന്നവരാണ് നമ്മൾ. അതിൻ്റെ പൂർണ്ണാർത്ഥത്തിന് വേണ്ടി ഈ നിമിഷവും പോരടിക്കുന്നവരാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു മാധ്യമപ്രവർത്തകയായത് വളരെ വളരെ അവിചാരിതമായിട്ടാണ്. പക്ഷെ അതിൽ ഓരോ ദിവസവും ഞാൻ ഇന്നും തുടരുന്നത് എനിക്ക് ശബ്ദിക്കാൻ കഴിയുന്നതിൻ്റെ, എനിക്ക് ചോദിക്കാൻ കഴിയുന്നതിൻ്റെ, എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയുന്നതിൻ്റെ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നതുകൊണ്ടാണ്. മാധ്യമപ്രവർത്തകർക്ക് താരപരിവേഷമുണ്ടോ? ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ അതിലും എനിക്ക് തർക്കമുണ്ട്. താരപരിവേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ടി വിയിൽ കാണുന്നവരെ നേരിട്ട് കാണുന്നു, അതിൻ്റെ ഒരു അത്ഭുതം ഒക്കെയുണ്ട്, ശരിയാണ്. പക്ഷേ നമുക്കവരോട് വലിയ തോതിൽ വിയോജിപ്പുമുണ്ട്. ഇന്നലെ ഞാൻ ഒരു കോളേജിൽ സംസാരിച്ചു. എന്നോടൊപ്പം ഒരു യുവജന സംഘടനയിലെ ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു. അദ്ദേഹം നിർബന്ധ ബുദ്ധിയോടെ പറഞ്ഞൊരു കാര്യം, ജനാധിപത്യത്തിൻ്റെ 3 പില്ലറുകൾക്ക് പ്രശ്നങ്ങളുണ്ടെന്ന് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും തിരിച്ചറിയുന്നൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാനത് സഹിക്കും. പക്ഷേ അതിൻ്റെ 4-ാം തൂണിന് നേരിയതെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നിയാൽ, അത് നേരെയല്ല നിൽക്കുന്നത് എന്ന് തോന്നിയാൽ ഞാൻ ശക്തിയുക്തം വിമർശിക്കും എന്നാണ്. ആ വിമർശനത്തിന് ഓരോ ജനങ്ങൾക്കും അവകാശമുണ്ട്. മുമ്പ് മാധ്യമപ്രവർത്തകരോട് നേരിട്ട് ചോദിക്കാൻ വഴിയുണ്ടായിരുന്നില്ല. നമുക്ക് ദൂരദർശൻ സ്റ്റുഡിയോയിലിരുന്ന് നല്ല വടിവൊത്ത് അലക്കിത്തേച്ച മലയാളത്തിൽ വാർത്ത വായിക്കുന്ന ആളുകളെ അത്ഭുതത്തോടെ നോക്കിക്കണ്ട ചരിത്രമേ ഉള്ളൂ. അതിനുശേഷം ഏഷ്യനെറ്റ് വരുന്നു, ഇന്ത്യ വിഷൻ വരുന്നു. 24 മണിക്കൂർ വാർത്തകളുടെ പ്രളയമുണ്ടാകുന്നു. അവിടെ നമുക്ക് വേണ്ടി ആളുകൾ സംസാരിച്ചു തുടങ്ങി. കുരുമുളക് വിലയും സ്വർണ്ണ വിലയും വിപണി മൂല്യവും
അതിനപ്പുറത്തേക്ക് പ്രധാനമന്ത്രി എന്തു പറഞ്ഞു എന്ന വാർത്താക്കുറിപ്പിനും മുഖ്യമന്ത്രി എന്തു പറഞ്ഞു എന്ന വാർത്താക്കുറിപ്പിനും അപ്പുറത്ത് നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആളുകൾ ഉണ്ടായി തുടങ്ങി എന്ന ഒരു വിശ്വാസത്തിൽ നിന്നാണ് മലയാള മാധ്യമ രംഗം വളർന്നു തുടങ്ങിയത്. നിങ്ങൾക്ക് പേരെടുത്തു പറയാൻ കഴിയുന്ന, നോക്കൂ, ഉത്തര കേരളം ഒരുപാട് നല്ല മാധ്യമ പ്രവർത്തകരെ നൽകിയിട്ടുണ്ട്. എൻ്റെ സഹപ്രവർത്തകൻ അഭിലാഷ് മോഹൻ ഉത്തര കേരളത്തിൽ നിന്നാണ്, കണ്ണൂരിൽ നിന്നാണ്. അദ്ദേഹം തന്നെ തുടങ്ങിയ സ്ഥാപനത്തിൽ MV നികേഷ് കുമാർ നിങ്ങൾക്ക് അറിയാവുന്ന ആളാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഉത്തര കേരളം ഒരുപാട് നല്ല മാധ്യമ പ്രവർത്തകരുണ്ട്. ഞാൻ ആരാധനയോടെ നോക്കിക്കണ്ട, ഞാൻ ചോദിക്കണമെന്ന് എൻ്റെ കൗമാരത്തിൽ വിചാരിച്ച ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന മനുഷ്യരെ കണ്ട് മാധ്യമപ്രവർത്തനം ഇഷ്ടപ്പെട്ട ഒരാളാണ്. ഒരുപക്ഷെ മാധ്യമപ്രവർത്തനം പഠിക്കണമെന്ന് വിചാരിച്ചില്ലെങ്കിലും ഇഷ്ടപ്പെട്ട ഒരാളാണ്. എനിക്ക് ഇന്നുറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം, അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ആത്മാർത്ഥതയോടുകൂടി ആ പണി ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുള്ള കാലം മാത്രമേ ഞാനത് ചെയ്യുകയുള്ളൂ എന്നാണ്. അതുകൊണ്ട് താരപരിവേഷത്തിനപ്പുറത്ത് ഞാൻ വിചാരിക്കുന്നത്, എൻ്റെ മുന്നിൽ വരുന്ന മനുഷ്യർ, ഇപ്പം ഞാൻ ഏത് കോളേജിൽ പോയാലും ഞാൻ അവിടുത്തെ അധ്യാപകർക്ക് എൻ്റെ നമ്പർ കൊടുത്തിട്ട് ഞാൻ അവിടുത്തെ കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ടാണ് വരിക, നിങ്ങളുടെ അധ്യാപകരുടെ കയ്യിൽ എൻ്റെ നമ്പറുണ്ട്, നിങ്ങൾക്ക് എല്ലാം തീർന്നു എന്ന് തോന്നുന്ന, ഇനി ആരെയും ആശ്രയിക്കാനില്ല എന്ന് തോന്നുന്ന സമയത്ത് എന്നെ വിളിക്കണം, ഞാൻ അവിടെ ഉണ്ടാകും എന്ന്. ഞാനൊരു പെൺകുഞ്ഞിൻ്റെ അമ്മയാണ്. ഒരമ്മ വളർത്തിയ 2 കുഞ്ഞുങ്ങളിൽ ഒരാളാണ്. എൻ്റെ ഫേസ്ബുക്കിൻ്റെ ബയോയിൽ പോലും ഞാൻ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആ അർത്ഥത്തിലാണ് ഞാൻ എന്നെ വിശേഷിപ്പിക്കാറുമുള്ളത്. ആ നിലയ്ക്ക് മനുഷ്യനൊരു അവസാന അത്താണി എന്ന പ്രതീക്ഷയോടെ എന്നെ നോക്കി കാണുന്നതാണ് ഒരു താരപരിവേഷമുള്ള വ്യക്തി എന്നെ നോക്കി കാണുന്നതിനേക്കാൾ ഞാൻ സന്തോഷിക്കുന്ന കാര്യം. ശരി, നമ്മൾ ഈ ന്യൂസ് ടൈം, ന്യൂസ് അവർ ഇതൊക്കെ വളരെ ആവേശകരമായിട്ടാണ് പൊതുസമൂഹം സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ മലയാളിയുടെ കക്ഷി രാഷ്ട്രീയത്തിലുള്ള അമിതം പോലുള്ള താല്പര്യമാണ് അതിൻ്റെ പിന്നിൽ എന്ന് തോന്നുന്നു. മാധവന് ഇക്കാര്യത്തിൽ എന്താണ് അഭിപ്രായം? ചോദ്യം ഒന്നും കൂടി പറയാം. ന്യൂസ് അവർ, ന്യൂസ് ടൈം ഉൾപ്പെടെയുള്ള വാർത്തകൾ മലയാളി ആവേശപൂർവമാണ് സ്വീകരിക്കുന്നത്. മറ്റ് TV പരിപാടികളിൽ നിന്നും വ്യത്യസ്തമായി ആവേശകരമായി അതിനെ സ്വീകരിക്കുന്നു. അപ്പോൾ മലയാളിയുടെ രാഷ്ട്രീയത്തിലുള്ള അമിതമായ താല്പര്യം, ആ താല്പര്യമാണോ അതിൻ്റെ പിന്നിൽ? മാധവിന് എന്ത് തോന്നിയിട്ടുണ്ട് അക്കാര്യത്തിൽ? ശരിയാണ്, നമ്മളങ്ങനെ ഒന്നും വിട്ടുകൊടുക്കുന്നവരല്ല. അപ്പോൾ ദേശീയപാതയുടെ ഒരു സ്ട്രെച്ചിൻ്റെ കരാർ കമ്പനിക്കാരാരാണ് എന്ന് ഇന്ത്യയിൽ അറിയാവുന്ന ഒരേ ഒരു ജനവിഭാഗം നമ്മളായിരിക്കും. അത് തകർന്നു പോയാൽ അതിൻ്റെ കൺസ്ട്രക്ഷൻ നടത്തുന്നത് ഇന്ന ആൾക്കാരാണ്, അവർ ഇന്ന കരിമ്പട്ടികയിലുള്ളതാണ്, അവർ ഇതിനു മുമ്പ് ആസാമിൽ അല്ലെങ്കിൽ മധ്യപ്രദേശിൽ എവിടെയെങ്കിലും നടത്തിയെടുത്ത ഈ പ്രശ്നമുണ്ട്, അതുകൊണ്ട് അവരെ ഏൽപ്പിച്ചതിന് പിന്നിൽ എന്തെങ്കിലും ഒരു അഴിമതി ഉണ്ട് എന്നതടക്കം വിചാരിക്കുന്ന കുശാഗ്ര ബുദ്ധിക്കാരായ മനുഷ്യരാണ് നമ്മളത് ചോദിച്ചുകൊണ്ടേയിരിക്കും. ശരിയാണ്. പക്ഷേ മലയാള മാധ്യമ ഇടത്തിൽ ചർച്ചകൾക്ക്, വൈകുന്നേരത്തെ ചർച്ചകൾക്ക്, അന്തിചർച്ചകൾക്ക്, അങ്ങനെയാണോ ശീലം? ശരി. എത്രത്തോളം താല്പര്യം പഴയ കാലത്തേതുപോലെ ഉണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നിവിടെ വന്നിരുന്നപ്പോഴും പറഞ്ഞു, നമ്മളിൽ എത്ര പേർ പൊതുജനമാണ് എന്നതിൽ എനിക്ക് സംശയമുണ്ട്. നമ്മളെല്ലാവരും കൃത്യമായ രാഷ്ട്രീയമുള്ളവരാണ്, നമ്മളെല്ലാവരും കൃത്യമായ രാഷ്ട്രീയ പാർട്ടിയുടെ അംഗത്വമുള്ളവരാണ്. അത് ആ രാഷ്ട്രീയ പാർട്ടിയെ എങ്ങനെ പ്രതിരോധിക്കണം എന്ന കാര്യത്തിൽ എല്ലാ ദിവസവും ഗവേഷണം ചെയ്യുന്നവരാണ്. ഇത് നോക്കൂ, ഞാനിപ്പോൾ ഒരു വൈകുന്നേരം, നിലയും പറഞ്ഞ കാര്യമാണ്, എന്നിരുന്നാലും ഞാനൊരു ദിവസം വൈകുന്നേരം ചർച്ചയ്ക്കിരിക്കുമ്പോൾ എനിക്കൊരു ശരിയുണ്ടാകും ഒരു വിഷയത്തിൽ, അല്ലേ? ഞാനൊരു നിലപാടെടുത്തിട്ടുണ്ടായിരിക്കും. എൻ്റെ ഒപ്പം ഒരു കോൺഗ്രസ് പ്രതിനിധി വന്നിരിക്കുമ്പോൾ അയാൾക്കൊരു ശരിയുണ്ടാകും. സ്വാഭാവികമായും അയാളുടെ പാർട്ടിയെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യണം എന്നതിൽ ഒരു ശരിയുമായിട്ടേ അയാൾ വരൂ. ഇപ്പുറത്തിരിക്കുന്ന CPM-കാരനൊരു ശരിയുണ്ടാകും, അതുമായിട്ടേ വരൂ. അപ്പുറത്തിരിക്കുന്ന BJP-കാരനും ഒരു ശരിയുണ്ടാകും. ഇതെല്ലാം തെറ്റാണോ? അല്ല, ഇതെല്ലാം തെറ്റല്ല. ഇവരുടെ എല്ലാവരുടെയും അഭിപ്രായത്തിൽ ചില ശരികളുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും ശരികളുണ്ട്. ഞാൻ പറയുന്ന ഓരോ കാര്യത്തിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഓരോ ശരികളും എൻ്റെ ഒരു ശരിയുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന് 1 മണിക്കൂറിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ശരികൾ തമ്മിൽ ഏറ്റുമുട്ടും. തെറ്റും ശരിയും മാത്രം ഏറ്റുമുട്ടി ശരി ജയിക്കുന്ന കാഴ്ചപ്പാട് കാലഹരണപ്പെട്ടുപോയി. ശരികൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടെത്തും? നമ്മൾ തെറ്റ് കണ്ടെത്തും. അങ്ങനെ കാണിക്കാൻ കഴിയുന്ന, തെറ്റ് കണ്ടെത്താൻ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ചോദ്യങ്ങൾ സ്വന്തമായിട്ടുള്ളവർ അവനവനെ അടയാളപ്പെടുത്തുകയും ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചോദ്യങ്ങളിലൂടെയുമല്ല,
ഉത്തരങ്ങളിലൂടെയാണ് ഒരു മനുഷ്യൻ വെളിപ്പെടുന്നത് എന്നാണ് ഞാൻ എൻ്റെ ഓരോ ദിവസത്തെയും അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നമ്മളൊരു ഉത്തരം പറയുമ്പോൾ അത് നമുക്ക് ബോധ്യമില്ലെങ്കിൽ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നവനെ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയില്ല. എനിക്കൊരു കാര്യം ഉറച്ച വിശ്വാസമില്ലെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കില്ല. അപ്പോൾ ജനാധിപത്യ വിശ്വാസികൾ, രാഷ്ട്രീയ വിശ്വാസികൾ, രാഷ്ട്രീയ പ്രവർത്തകർ, ഇവർക്കെല്ലാവർക്കും ഇനി ഞാൻ പറയുന്നത് 100% ശരിയാണ് എന്ന് ഉറപ്പിച്ചാൽ സമ്മതിച്ചു തരുമോ? എന്ന ബോധ്യമുണ്ടെങ്കിൽ സമ്മതിച്ചു തരുമോ? ഇല്ല. അതിനപ്പുറത്തും ആ ബോധ്യത്തിനപ്പുറത്ത് എൻ്റെ പാർട്ടിയും എൻ്റെ ബോധ്യവും നിൽക്കും. അപ്പോൾ ഞാൻ ആരാവും? ഞാൻ മാപ്രയാവും. ഞാൻ എല്ലാ ദിവസവും 3 ശരികളുടെ മാപ്രയാകും. ഞാൻ എൻ്റെ ശരിയുടെ മാത്രം മാധ്യമപ്രവർത്തകയാകും. അതുകൊണ്ട് എനിക്ക് പക്ഷേ എൻ്റെ ബോധ്യവും എൻ്റെ അഭിമാനവും നിൽക്കുമ്പോൾ എനിക്ക് പറയാം ഞാൻ ചോദിച്ചതിൽ, ഞാൻ ചെയ്യുന്നതിൽ ശരിയുണ്ടെന്ന്. അതേ അഭിമാനബോധം അപ്പുറത്തിരിക്കുന്നവരുമുണ്ട്. പക്ഷേ അത് പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയാതെ പരാജയപ്പെട്ടു പോകുമ്പോൾ അവിടെ ഒരു വലിയ തെറ്റുണ്ടാകും. എനിക്ക് ശരി ചൂണ്ടിക്കാണിക്കാൻ ഇന്നത്തെ മാധ്യമ പ്രവർത്തനത്തിൽ കഴിയില്ല, അതിന് സമയവുമില്ല, അതൊട്ട് സമ്മതിച്ചു തരികയുമില്ല. ഇത് നോക്കൂ, ഇപ്പം ഞാൻ എൻ്റെ മുന്നിൽ അതിഥികൾ വരുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരാളാണ് ഇരിക്കുന്നത് എന്ന്? അല്ല, ഓരോ പാർട്ടിക്കും അതാത് മാധ്യമ വക്താക്കൾക്ക് കൊടുക്കാൻ പ്രിപ്പയർ ചെയ്ത വിവരങ്ങളുണ്ട്, അത് കിട്ടും. ഇനി അവരുടെ ഫോണിലോ അവരുടെ സംഘടനാശേഷി മുഴുവനും ഉണ്ട്. ഞാൻ ഒറ്റയ്ക്കായിരിക്കുക, അവരുടെ സംഘടനാശേഷി മുഴുവനുണ്ട്. നോക്കൂ, വടകരയിൽ ഇന്ന വാർഡിൽ ഇന്ന പ്രശ്നം ഉണ്ടായിട്ടുണ്ടായെന്ന് നിങ്ങൾ അവർക്ക് മെസ്സേജ് ചെയ്ത് കൊടുക്കും. നിങ്ങൾക്ക് അറിയാവുന്ന ആളാണ് അപ്പുറത്തിരിക്കുന്നതെങ്കിൽ അദ്ദേഹം അത് ആധികാരികമായി പറയും. എനിക്ക് നിങ്ങൾ എത്ര പേര് മെസ്സേജ് ചെയ്ത് തരും? ഇങ്ങനെ അല്ല മാധു എന്ന് പറഞ്ഞു തരുമോ? ഇല്ല. അപ്പം എനിക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ ആ പഠനം നിർവഹിക്കണം. അപ്പോൾ ആ നിലയ്ക്കാണ് ഓരോ ദിവസവും ഉള്ള ഏറ്റുമുട്ടൽ എന്ന് പറയുന്നത്. അത് എന്നത്തേക്കാളും അധികം രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന, എന്നത്തേക്കാളും അധികം രാഷ്ട്രീയ പാർട്ടികൾ ആശ്രയിക്കുന്ന വിവര വിതരണ സംവിധാനങ്ങളുള്ള മനുഷ്യരോട് തർക്കിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴേ ചിലപ്പോഴൊക്കെ ഇത്തിരി കൈവിട്ടൊക്കെ പോവല്ലോ, അലമ്പൊക്കെ നടക്കുമല്ലോ. അത് ആ വിഷയത്തിൽ മാത്രമായി നിൽക്കുന്നു എന്നിടത്താണ് എനിക്കത് പറയാനുള്ളത്. മറ്റൊന്ന്, ശരിയാണ്, ആളുകൾക്ക് ഈ പറയുന്ന രാഷ്ട്രീയ ചർച്ചകളിൽ താല്പര്യമുണ്ട്. പക്ഷേ അവനവൻ്റെ വീടും അവനവൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പും കുടുംബ ഗ്രൂപ്പും വരെ വൈകുന്നേരത്തെ ചർച്ചാവേദികളായി ഇരിക്കുന്നിടത്ത് അത് എത്രത്തോളം ഇപ്പോഴും ജനപ്രിയമാണെന്ന് എനിക്കറിയില്ല. അത് പറയേണ്ടവർ നിങ്ങളാണ്. മാധു ഇവിടെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതുമായി ബന്ധപ്പെട്ടാണ് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്. ഇപ്പോൾ വ്യത്യസ്ത ആശയങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഒരു ചാനൽ ചർച്ചയിൽ വന്നു, ചാനൽ ചർച്ച തുടർന്നു കൊണ്ടിരിക്കുന്നു. ക്രിസ്റ്റൽ ക്ലിയറായ ഒരു സത്യം ആ ചർച്ചയിൽ ഏതെങ്കിലും വ്യക്തികൾ പറഞ്ഞാൽ എതിർപക്ഷത്തിരിക്കുന്ന മറ്റ് വ്യക്തി നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എൻ്റെ നിലപാട് തിരുത്തേണ്ടതെന്ന് എന്നെനിക്ക് തോന്നുന്നു. ഇങ്ങനെ ഒരു വാചകം താങ്കളുടെ മാധ്യമ പ്രവർത്തനത്തിനിടയിൽ എപ്പോഴെങ്കിലും ആരിൽ നിന്നെങ്കിലും ഉണ്ടായതായി പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു കിനാശേരി ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മൂസക്ക പറയോ? അതാണ് മൂസക്ക പറയോ? ക്രിസ്റ്റൽ ക്ലിയർ ആണോ? വക്താക്കളാണ് വരുന്നത്, രാഷ്ട്രീയ പാർട്ടികളുടെ വക്താക്കളാണ്. അവർക്ക് ഇപ്പോൾ CPM വക്താവാണ് വരുന്നതെങ്കിൽ കോൺഗ്രസ്സുകാരൻ പറഞ്ഞത് കേട്ട് എൻ്റെ പാർട്ടിയുടെ തെറ്റ് ഞാൻ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞ് വീട്ടിൽ പോകാൻ പറ്റുമോ? BJP-കാരൻ പറയുന്നതായിട്ട് പറയാൻ പറ്റുമോ? കോൺഗ്രസ്സുകാരൻ പറയുന്നതായിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. രാഷ്ട്രീയം മാത്രമല്ല, ഒരു പൊതുവിഷയത്തിൽ, രാഷ്ട്രീയം മാത്രമല്ല പൊതുവിഷയത്തിൽ സംസാരിക്കുമ്പോഴും എൻ്റെ ഭാഗം ഞാൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഏതറ്റം വരെയും പോകുമ്പോൾ സത്യം, ഞാൻ ആ വാചകം വീണ്ടും പറയുന്നു, ക്രിസ്റ്റൽ ക്ലിയർ സത്യം ആരെങ്കിലും പറഞ്ഞാൽ അത് തിരുത്താൻ എതിർപക്ഷത്തുള്ളവർ ഇതുവരെ താങ്കളുടെ മാധ്യമ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഉണ്ടായിട്ടില്ല. ഇത് നോക്കൂ, നമ്മൾ എവിടെ നിന്നാണ് ഈ സത്യം എടുക്കുക? ഇപ്പോൾ ഒന്നുകിൽ ഇപ്പോൾ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ശരി, പാർട്ടികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. ശരി, നിയമം, ഒരു കോടതി ഒരു വിധി പറഞ്ഞാൽ നമ്മളിൽ എത്ര പേർ മാനസികമായി അത് ഉൾക്കൊള്ളും? നമുക്ക് അപ്പോഴും നമ്മുടെ മനസ്സും തലച്ചോറും പറയുന്നൊരു ശരി ഉണ്ടാവില്ലേ? വളരെ വിഖ്യാതമായ കേസുകളിൽ വിധി വരുമ്പോൾ നമുക്കതിൽ ശരി, ഒരു കുറ്റവാളി രക്ഷപ്പെടും, അല്ലെങ്കിൽ ആ കുറ്റവാളിയെ കുറ്റവിമുക്തനായി കോടതി പ്രഖ്യാപിക്കുന്നു. ഉൾക്കൊള്ളാൻ കഴിയുന്ന എത്ര പേര് ബാക്കിയുണ്ടാവും? ഉൾക്കൊള്ളാൻ നിർബന്ധിതരായ ആ ആശയ ഐക്യദാർഢ്യമുള്ള മനുഷ്യരുണ്ടായിരിക്കും. പക്ഷെ അപ്പുറത്ത് ഇപ്പോൾ നോക്കൂ, ഫ്രാങ്കോ മുളയ്ക്കൽ കേസിൽ അദ്ദേഹത്തെ വെറുതെ വിട്ടു. എത്ര പേര് ഉൾക്കൊണ്ടിട്ടുണ്ട്? ഉൾക്കൊണ്ടിട്ടുള്ളവരും ഉൾക്കൊള്ളാത്തവരുമുണ്ട്. നടി ആക്രമിക്കപ്പെട്ട കേസ്, ഉൾക്കൊണ്ടിട്ടുള്ളവരും ഉൾക്കൊള്ളാത്തവരുമുണ്ട്. ശബരിമല കേസ്,
കോടതിയുടെ തീരുമാനം ആദ്യം വന്നപ്പോൾ ഉൾക്കൊണ്ടവരും ഉൾക്കൊള്ളാത്തവരും അതിൻ്റെ പേരിൽ ഈ നാട്ടിലുണ്ടായ പ്രശ്നങ്ങളും നിങ്ങളോട് ഞാൻ പറഞ്ഞു തരണോ? അപ്പോൾ ഒരു മാധ്യമത്തിലിരുന്ന ഒരു മാധ്യമപ്രവർത്തക ഒരു കാര്യം പറയുന്നു, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവ് ഒരു കാര്യം പറയുന്നു. സുപ്രീം കോടതി പറഞ്ഞിട്ട് അംഗീകരിക്കാത്ത നമ്മൾ ഒരാൾ പറയുന്നത് കേട്ടിട്ട് അത് ശരിയാണല്ലോ എന്ന് അംഗീകരിക്കുമോ? ഇല്ല. ഇനി ഒരേ കേസിൽ വിചാരണ കോടതി ഒരു വിധി പറയും, സിംഗിൾ ബെഞ്ച് ഒരു വിധി പറയും, ഡിവിഷൻ ബെഞ്ച് ഒരു വിധി പറയും, ഹൈക്കോടതി ഒരു വിധി പറയും, സുപ്രീം കോടതി ഒരു വിധി പറയും. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ ഉള്ളൂ, ഒരു നിയമ സംവിധാനമല്ലേ ഉള്ളൂ. പല കോടതികൾക്ക് അതിലൊരു വിധിയാണെങ്കിൽ മനുഷ്യർക്ക് എത്ര വിധി ഉണ്ടാകും? ആ വിധി മനുഷ്യർ തിരുത്തി പറയോ? ഞാൻ വിചാരിക്കുന്നില്ല, ഞാൻ അങ്ങനെ വിചാരിക്കുന്നേ ഇല്ല. ചാനൽ ചർച്ചയിൽ ഇപ്പം വിവാദങ്ങൾക്കാണ് ഇടം, വിവാദത്തിനാണ് ഇടം, സംവാദത്തിന് ഇടമില്ല എന്നുള്ളൊരു വാദം വരുന്നുണ്ട്. അപ്പോൾ ആ സംവാദം പ്രേക്ഷകർക്കും ഇഷ്ടതാണ്, ഇതിൽ വേദന തോന്നിയിട്ടുണ്ടോ? സംവാദമില്ല, വിവാദങ്ങൾ മാത്രം. ഒരു മാധ്യമ പ്രവർത്തക എന്നുള്ള രീതിയിൽ ആ സമയത്ത് വേദന തോന്നിയിട്ടുണ്ട്? എനിക്കൊരു വേദനയില്ല മുസാക്ക. നോക്കിപ്പോൾ ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്, തർക്കിക്കാനല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ അറിയാനും അറിയിക്കാനുമുള്ള ചർച്ച കണ്ടിട്ടുള്ളത് എവിടെയെന്നറിയോ? നിയമസഭയിൽ. എന്താണെന്നറിയാമോ? ഭരണപക്ഷത്തു നിന്ന് ഒരു MLA എഴുന്നേറ്റ് നിന്ന് ഭരണപക്ഷത്തുള്ള മന്ത്രിയോട് ചോദിക്കും, അങ്ങയുടെ മണ്ഡലത്തിൽ ഇത്രയൊക്കെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ, മടിയടി നമുക്ക് പുറകിൽ കേൾക്കാൻ പറ്റും. അതിൽ എത്ര ഫണ്ട് അങ്ങ് അതിനുവേണ്ടി ചെലവഴിച്ചു, അങ്ങ് അതിനുവേണ്ടി എത്ര നാൾ പ്രയത്നിച്ചു, ഒന്ന് വ്യക്തമാക്കാമോ? ഞാൻ അങ്ങനെ ചർച്ച നടത്തട്ടെ. ഞാൻ കോൺഗ്രസ്സുകാരനോട് ചോദിക്കട്ടെ, ഇത് നോക്കൂ, ഈ CPM എന്താ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ ഈ പറയുന്ന കാര്യത്തിലൊരു ന്യായമില്ലേ, അങ്ങത് പറയൂ. എന്തൊരു എളുപ്പമാണെന്നറിയാമോ? ഞാൻ കോൺഗ്രസ്സുകാർക്ക് ഭയങ്കര പ്രിയപ്പെട്ടവരായിരിക്കും. ഞാൻ CPM ചോദിക്കുകയാണ്, നമ്മുടെ പാർട്ടി ഇത്ര കഷ്ടപ്പെട്ടിട്ട് ജനങ്ങൾ ഇങ്ങനെയാണോ വോട്ട് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സന്തോഷമായിരിക്കും. BJPക്കാരോട് കേന്ദ്ര പദ്ധതികൾ എന്തുകൊണ്ടാണ് സംസ്ഥാനത്ത് നടപ്പിലാക്കാത്തത് എന്ന് ചോദിച്ചാൽ അവർക്ക് സന്തോഷമായിരിക്കും. നിങ്ങളിത് വാങ്ങുമോ? എനിക്കറിയില്ല. അപ്പം ഞാൻ CPMകാരനോട് ചോദിക്കേണ്ടത് അവർക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് കോൺഗ്രസ്സുകാരനോടും BJPയോടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ചോദിക്കാൻ മാധ്യമങ്ങൾ കൂടി ഇല്ലെങ്കിൽ ആര് ചോദിക്കുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്കൊരു വേദനയില്ല. അപ്പോൾ പറയാൻ ഇഷ്ടപ്പെടാത്ത ചോദ്യം ചോദിക്കുമ്പോൾ തർക്കമുണ്ടാകും. ഞാൻ അങ്ങോട്ടും തോളിൽ 2 തട്ട് തട്ടി, എൻ്റെ തോളിൽ ഇങ്ങോട്ടും 2 തട്ട് തട്ടി, ഇത് കഴിയുമ്പം നന്നായിട്ടുണ്ടല്ലോ അല്ലേ, നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറയാൻ കഴിഞ്ഞല്ലോ അല്ലേ എന്ന് ഫോണും വിളിച്ച് ചോദിക്കുന്ന മാധ്യമപ്രവർത്തനത്തോട് തൽക്കാലം എനിക്ക് ഒരു താല്പര്യവുമില്ല. അതുകൊണ്ട് എനിക്ക് ഒട്ടും വേദനയുമില്ല. മാധു, സ്വാഭിപ്രായമാണോ സ്വന്തം അഭിപ്രായമാണോ പറയാറ്, അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ടോ? ഞാൻ ഒരു തവണ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്, അജണ്ടയാണ് എൻ്റെ തൊട്ടപ്പുറത്ത് കസേരയിട്ടിരിക്കുന്നത് എന്ന്. ഇത് നോക്കൂ, ഞാൻ 10-27 വയസ്സിലാണ് വൈകുന്നേരത്തെ എഡിറ്റോറിയൽ ചർച്ച ചെയ്തു തുടങ്ങിയത്. നിങ്ങൾക്ക് ഏറെക്കുറെ എൻ്റെ നാക്ക് എന്താണ് എന്നറിയാമല്ലോ. ഇത് ഓരോ വാക്കിനും കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് മനുഷ്യസാധ്യമാണോ? ഒരാൾ പറയാൻ പോകുന്ന കാര്യത്തെ കൺട്രോൾ ചെയ്ത് അരിച്ചൂറ്റി കൊടുക്കുക എന്ന് പറയുന്നത് സാധ്യമാണോ? ഇപ്പം നമുക്കൊരു ബോധ്യവും നമുക്ക് ഒരു താല്പര്യവും നമുക്ക് അതുമായി ബന്ധപ്പെട്ടൊരു കാഴ്ചപ്പാടുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത്. എഴുതുമ്പോൾ നമുക്ക് വെട്ടി എഴുതാം, നമുക്ക് തിരുത്തി എഴുതാം, പോസ്റ്റ് ചെയ്താൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. പറയുമ്പോൾ എന്ത് ചെയ്യും? ഓരോ വാക്കിന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ എങ്ങനെ അത് തിരുത്തും? ഏത് അജണ്ടയ്ക്കാണ് അതിനെ സ്വാധീനിക്കാൻ കഴിയുക? അപ്പോൾ ഞാൻ ഇപ്പം നമ്മളൊരു സംഭവത്തെ കുറിച്ച് പറയുന്നു. ഇപ്പൊ വന്നിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടത്തുന്നു. വന്ന് പറയുന്നത് മാറാട് കലാപത്തെ കുറിച്ചായിരിക്കും. മാറാട് കലാപത്തെ കുറിച്ച് ചർച്ചയിലിരിക്കുന്ന ഒരു പ്രതിനിധി പറഞ്ഞേക്കുമെന്ന് നമുക്ക് കവടി വെച്ച് കണ്ടുപിടിച്ചിട്ട് പോയിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഞാൻ ഈ അജണ്ട എപ്പോ ഫിക്സ് ചെയ്യും? ഫിക്സ് ചെയ്ത് വെക്കും. പിന്നെ രാവിലെ വൈകുന്നേരം പോയി ഈ പറയുന്ന ചാനലിന്റെ മുറിയിലിരുന്ന് എവിടെയെങ്കിലും ഇരുന്ന് എന്തൊക്കെ പറയാമെന്ന് കുത്തി എഴുതും. വെള്ളപ്പേപ്പറുമായിട്ടാണ് പലപ്പോഴും ചർച്ച കയറുക. വെള്ളപ്പേപ്പറുമായിട്ട്, അതായത് മറ്റുള്ളവർ പറയുന്ന കാര്യം വിട്ടുപോകാതിരിക്കാൻ നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു വെള്ളപ്പേപ്പറും പേനയുമായിട്ടാണ് ചർച്ച കയറുക പലപ്പോഴും. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് നമ്മളോട് ഈ ടോക്ക് ബാക്കിൽ മാധ്യമ സ്ഥാപനത്തിന്റെ ഉടമ അപ്പുറത്ത് ഇരിപ്പില്ല. അത് നിങ്ങളോട് പറഞ്ഞു തരുന്നത് സിനിമയാണ്.
അത് നിങ്ങളോട് പറഞ്ഞു തരുന്നത് മറ്റ് മാധ്യമങ്ങളാണ്. എന്തുകൊണ്ടാണ്? അത് സ്വാധീനിക്കാൻ കഴിയുന്ന മാധ്യമങ്ങളാണ്. അതായത് ഞാൻ സിനിമ അടക്കമുള്ള മാധ്യമങ്ങളെക്കുറിച്ചാണ് പറയാം. ഇന്നലെയും പറഞ്ഞതാണ്, എന്നാലും പറയുകയാണ്. ഇപ്പോഴത്തെ മാധ്യമപ്രവർത്തകരൊക്കെ ഭയങ്കര മോശക്കാരാണ്. അവരൊക്കെ രാഷ്ട്രീയത്തെ ഭയങ്കര മോശമായി കാണുന്നവരാണ്. അവരൊക്കെ അജണ്ട വെക്കും. പഴയ മാധ്യമപ്രവർത്തകരെ കുറിച്ച് സിനിമയടക്കമുള്ള മാധ്യമങ്ങൾ നമ്മൾക്ക് തന്ന ചിത്രം എന്താണ്? ഇപ്പോൾ 90കളിൽ സുരേഷ് ഗോപിയുടെ ഒരു സിനിമ, സുരേഷ് ഗോപി നല്ല യൂണിഫോം ഒക്കെ ഇട്ട് നല്ല മസിലൊക്കെ പെരുപ്പിച്ച് വരുന്നു. ഞാൻ ഇന്നലെയും പറഞ്ഞു കേട്ടോ, അതിന് ആവർത്തന വിരസതയുണ്ട്. എന്നാലും കാണികൾ വേറെയാണല്ലോ. എന്നിരുന്നാലും വരുന്നു, ഡയലോഗ് അടിക്കുന്നു, പ്രശ്നം ഉണ്ടാക്കുന്നു, ആകെ ബഹളം, മയം, മാസ്. അതിനിടയ്ക്ക് നല്ല മുഷിഞ്ഞ് ജുബ്ബയിട്ട് മുടി വളർത്തി നീട്ടി വളർത്തിയ ഒരു സഞ്ചിയൊക്കെ ഇട്ട ഒരു പത്രപ്രവർത്തകൻ അവിടെ നിൽക്കുക. കണ്ടാൽ അറിയാം വൃത്തികെട്ടവരാണ് എന്ന്. അങ്ങനെ ആയിരിക്കും ആ ക്യാരക്ടറിനെ ഉണ്ടാക്കി വെച്ചിരിക്കുക. അവൻ എന്തെങ്കിലും ഒരു കൊനഷ്ട് ചോദ്യം ചോദിക്കും. സുരേഷ് ഗോപി കോളറിന് കുത്തിപ്പിടിക്കും, എന്നിട്ട് 4 ഡയലോഗ് പറയും. ഈ മാധ്യമപ്രവർത്തകനെയാണോ പത്രത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്? പത്രം സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളതല്ല. അവിടെ വലിയൊരു മാതൃകാ പത്രപ്രവർത്തകനെ വെച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഇപ്പുറത്ത് നിൽക്കുന്ന മാധ്യമപ്രവർത്തകൻ ഇതിൽ വളച്ചൊഴിക്കാനും ഇതിൽ എന്തൊക്കെയോ അജണ്ട തിരുകാനും നാട്ടുകാരെ മുഴുവൻ നശിപ്പിക്കാനും പൊളിറ്റിക്കൽ കരിയർ അവസാനിപ്പിക്കാനും നാടിനെതിരെ ഗൂഢാലോചന നടത്താനും നിൽക്കുന്ന ഒരു മാധ്യമപ്രവർത്തകന്റെ ചിത്രം ഏത് കാലം മുതൽ? 90കൾ ആ സമയം മുതലുണ്ട്. നോക്കൂ, മലയാളത്തിൽ നാരദൻ എന്ന സിനിമ, അതിൻ്റെ 1 ലൈൻ നിങ്ങൾ പറയാമോ? നാരദൻ എന്ന സിനിമ റിലീസായല്ലോ, അതിൻ്റെ 1 ലൈൻ എന്താണ്? നമ്മളിപ്പോൾ ഒരാളോട് കഥ പറയാൻ പോകുമ്പോൾ ഒരു 1 ലൈൻ പറയുമല്ലോ. എന്താ അതിൻ്റെ കഥ? വൈകുന്നേരം ചർച്ച ചെയ്യുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു. അതാണ് ആ സിനിമയുടെ 1 ലൈൻ. വൈകുന്നേരം ചർച്ച ചെയ്യുന്ന ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്യുന്നു. കാരണം അയാൾ ക്രൈം ചെയ്യുന്നു, അയാൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, അയാൾ നാട്ടിൽ ഇല്ലാത്ത ക്രൈം ചെയ്യുന്നു. ഇതിൽ അഭിരമിച്ചിട്ട്, ഇതിൻ്റെ അധികാരം വെച്ചിട്ട്. അതാണ് ആ സിനിമ. ആ സിനിമ നിങ്ങളുടെ മുന്നിൽ മാധ്യമപ്രവർത്തകൻ്റെ ഒരു ചിത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സിനിമ കാണാൻ പോകുമ്പോൾ എൻ്റെ മുന്നിലുമുണ്ട്. അപ്പോൾ മാധ്യമപ്രവർത്തകൻ പരാജയപ്പെടുമ്പോൾ അവിടെ കയ്യടി ഉണ്ടാകും എന്നുള്ള, ആ സിനിമ എത്ര ഓടിയെന്ന് എനിക്കറിയില്ല, എന്നിരുന്നാൽ പോലും. അപ്പം നിരന്തരം അപ്പുറത്തൊരു തന്ത്രം അങ്ങനെ തന്നെ നിർവഹിക്കപ്പെടുന്നുണ്ട്. അതിനോടും കൂടിയാണ് അപ്പുറത്തിരിക്കുന്ന ഗസ്റ്റുകളോടോ പാർട്ടി സംവിധാനങ്ങളോടോ മാത്രമല്ല, സത്യാനന്തര കാലത്ത് ഇത്തരം നിർമ്മിതികളോടുകൂടിയാണ് മാധ്യമപ്രവർത്തകൻ ഓരോ ദിവസവും പോരടിക്കേണ്ടി വരുന്നത് എന്ന് പറഞ്ഞു പോയ വഴിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ തത്സമയം മാത്രമേ പുതിയ കാലത്തുള്ളൂ. ഒരു ബ്രേക്കിംഗ് ന്യൂസ് വന്നാൽ പിന്നെ അത് മാത്രം സർവ ചാനലിലും. ഒരു ബ്രേക്കിംഗ് സെൻസിറ്റീവായ ഒരു ഇഷ്യൂ വന്നാൽ അന്ന് മുഴുവൻ എല്ലാ ചാനലുകളിലും ആ വാർത്ത മഴ. ഇതിനെപ്പറ്റി എന്താ അഭിപ്രായം? എന്ത് തോന്നുന്നു? ശരിയാണേ, അത് നമ്മളും വിചാരിക്കുന്നൊരു കാര്യമാണ്. ഇപ്പം എല്ലാം മുസാക്ക പറയുന്നതിനോട് എല്ലാം എതിര് പറയാമെന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ വന്നത്. അപ്പോൾ അത് ശരിയാ. ഇപ്പോൾ ഒരു വലിയ സംഭവം ഉണ്ടായാൽ നമ്മൾ അതുമാത്രം കൊടുക്കും. പക്ഷെ ഒരു വലിയ സംഭവം ഉണ്ടായെന്ന് നമ്മൾ ആദ്യം ഫോൺ എടുത്തിട്ട് മാതൃഭൂമിയുടെയോ മനോരമയുടെയോ റിപ്പോർട്ടറിൻ്റെയോ ആരുടെയെങ്കിലും ഒരു ഓൺലൈൻ വെക്കോ വീട്ടിൽ പോയി TV ഒക്കെ ചെയ്താൽ നമുക്കത് അറിയണ്ടേ? അപ്പോൾ ആ വാർത്ത ഇല്ലാത്ത ചാനല് അതിനെപ്പറ്റി നമ്മളെന്താ വിചാരിക്കുക? പിന്നെ ഒരു വാർത്തയ്ക്ക് ഇപ്പോൾ നോക്കൂ, കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ നമ്മൾ എത്ര പേര് കേൾക്കും? ഞാൻ എക്കണോമിക്സ് ഒക്കെ പഠിച്ചതാ, പക്ഷെ ഞാൻ പരമാവധി അതിൻ്റെ അവസാനം കേരളത്തിന് എന്ത് കിട്ടി എന്നാ നോക്കുക. നിങ്ങൾ എല്ലാവരും അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു. പക്ഷെ കേന്ദ്ര ബജറ്റ് കൊടുക്കണം, അത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. സംസ്ഥാന ബജറ്റ് മുഴുവൻ കൊടുക്കണം. ഇപ്പോൾ തോമസ് ഐസക് ആയിരുന്നു 4 കവിതയെങ്കിലും ഉണ്ടാവുമായിരുന്നു. ബാലഗോപാൽ അതിന് ശേഷം കവിതയും ഇല്ല. അപ്പോൾ അത് പക്ഷെ കൊടുക്കണം, അതൊരു നിർബന്ധിതാവസ്ഥയാണ്. ഒരു സ്ഫോടനം ഉണ്ടായി പുറത്തെവിടെ, ചെങ്കോട്ടയിൽ ഒരു സ്ഫോടനം ഉണ്ടായി. നമ്മുടെ പ്രശ്നം എന്താ? കേരളത്തിൽ നിന്ന് പോയ ആരെങ്കിലും അവിടെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഡൽഹിക്ക് യാത്ര ചെയ്തിട്ടുള്ള മനുഷ്യന്മാരാരെങ്കിലും കാണാൻ പോയവരവിടെ ഉണ്ടോ എന്നുള്ളതാണ്. അത് വന്ന് നോക്കാൻ നേരത്ത് ഞാൻ വേറെ എന്തെങ്കിലും വാർത്ത കൊടുത്താൽ മുസാഖ് ചെയ്ത് വിളിക്കില്ലേ? കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ കുറേ നേരം കൊടുക്കുന്നതേ ഉള്ളൂ. മുസാഖ് ചോദിച്ചില്ലെങ്കിലും വേറൊരു പ്രശ്നമുണ്ട്. അത് ഈ തവള ചെത്താ പാമ്പ് ചാവുന്നവരെ, പാമ്പ് ചെത്താ പരുന്ത് ചാവുന്നവരെ എന്ന നിലയ്ക്ക് പറയുന്നത് പോലെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ നോക്കൂ, നമ്മുടെ കയ്യിൽ 24 മണിക്കൂറേ ഉള്ളൂ. അതിൽ രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം ഒരു 9 മണി, 10 മണി, 10:30, 11, അതിനപ്പുറത്ത് നമ്മൾ TV കാണില്ല. പക്ഷേ ആ സമയത്ത് എല്ലാ വാർത്തയും കൊടുക്കണ്ടേ? ഇപ്പം ഇന്ന് ശബരിമല പ്രശ്നം ഉണ്ടായി, നാളെയും ആ പ്രശ്നം തുടരുന്നുണ്ട്. അതിനിടയ്ക്ക് ഒരു പൊളിറ്റിക്കൽ ലീഡറിൻ്റെ അറസ്റ്റ് ഉണ്ടായി, കൊടുക്കണ്ടേ? ശബരിമല പ്രശ്നം സോൾവ് ആയിട്ടില്ല, എന്നാൽ ഈ പൊളിറ്റിക്കൽ ലീഡറിൻ്റെ അറസ്റ്റ് കൊടുക്കണ്ട. ശബരിമല പ്രശ്നം കൊടുക്കാന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർ എന്ത് പറയും? കണ്ടോ, അറസ്റ്റ് ഉണ്ടായിട്ട് കൊടുത്തില്ല. CPM നെഞ്ചത്ത് കയറാൻ വേണ്ടിയിട്ട് ശബരിമല പ്രശ്നം ഇന്നും കൊടുത്തിരിക്കുക, ഇന്ന ആളെ അറസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കണ്ട പറയോ ഇല്ലയോ? പറയും. അപ്പം ഞാൻ ശബരിമല പ്രശ്നം സോൾവ് ആക്കിയിട്ട് ഈ വാർത്ത കൊടുത്താൽ പോരെ? നമുക്ക് പരുന്ത് ചാവുന്നത് അല്ലല്ലോ പ്രശ്നം, നമുക്ക് പാമ്പ് ചാവുന്നതല്ലേ. അപ്പോൾ പാമ്പിൻ്റെ അടക്ക് കഴിഞ്ഞിട്ട് നമുക്ക് പരുന്തിനെ കുറിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ?
നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ശരിയാണ്, പ്രശ്നങ്ങളുണ്ട് കേട്ടോ, സമ്മതിച്ചു, അതിനൊരു പ്രശ്നമുണ്ട്. കാരണം ഒരു പക്ഷേ പരുന്ത് ചത്താൽ പാമ്പിനെ കുറിച്ച് സംസാരിക്കില്ല എന്നറിയുന്നവർ പരുന്തിനെ കൊല്ലും. അതൊരു പ്രശ്നമാണ്, അത് അഡ്രസ്സ് ചെയ്യണം, ശരിയാ. പക്ഷെ ഇങ്ങനെയും കൂടി അതിനൊരു വേർഷൻ ഉണ്ടെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അമ്മയെ തല്ലിയതിൽ നിന്ന് മാധ്യമ ശ്രദ്ധ തിരിക്കാനാണ് ഞാൻ അച്ഛനെ കൊന്നത്. അത് ഞാൻ ഇപ്പോൾ പറഞ്ഞു. ആ വരികളിലെ സത്യത്തെപ്പറ്റി എന്ത് പറയും? ശരിയായ സത്യം. ഞാൻ മുസക്കെ ട്രോളട്ടെ, ഈ ക്വസ്റ്റ്യൻ എഴുതി വെച്ചാലുള്ള പ്രശ്നം ഇതാ. ഞാൻ പറഞ്ഞു നേരത്തെ. അതല്ല, ഈ വരികളിൽ അടങ്ങിയിരിക്കുന്ന വലിയ ഒരു അർത്ഥമുണ്ട്. അതിനെപ്പറ്റി മാധു പറഞ്ഞില്ല. അമ്മയെ തല്ലിയതിൽ നിന്ന് മാധ്യമ ശ്രദ്ധ തിരിക്കാനാണ് ഞാൻ അച്ഛനെ കൊന്നത്. ഇത് പ്രസിദ്ധനായ ഒരു കവിയുടെ കവിതയിൽ നിന്നുള്ള വാചകമാണ് ഞാൻ പറഞ്ഞത്. ശരി, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതായത് പാമ്പിനെ കുറിച്ചുള്ള ചർച്ച മതി എന്ന് തോന്നുമ്പോൾ അത് നിർത്താൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ പരുന്തിനെ കൊല്ലാൻ ചിലർ തയ്യാറാകുന്നത്. ഡാമേജ് രണ്ടിടത്തും ഉണ്ടാകുന്നുണ്ട്. നമുക്ക് പ്രിയപ്പെട്ടവരാണ്, നമുക്ക് വേണ്ടപ്പെട്ടവരാണ്, നമുക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടപ്പെട്ടതും പ്രിയപ്പെട്ടതും. അതായത് നമുക്കല്ലെങ്കിൽ, നമ്മളെ അല്ലെങ്കിൽ മറ്റൊരാളെ ബാധിക്കുന്ന വാർത്തയിലേക്കാണല്ലോ വരുന്നത്. അപ്പോൾ ആ വാർത്ത കൊടുക്കാതെ ഇരിക്കാൻ വേണ്ടി മറ്റൊരാളെ സംബന്ധിച്ച വാർത്ത കൊടുക്കുന്നു എന്നുള്ളതാണല്ലോ പ്രശ്നം. അതിൻ്റെ പരിമിതി ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്. എല്ലാം കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ നോക്കൂ. ഇപ്പോൾ ഒരു മാധ്യമ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലയുള്ള സാധനം എന്താ? നമ്മുടെ സമയമാണ്. നമ്മൾ നമ്മുടെ കുഞ്ഞിന് കൊടുക്കേണ്ട, നമ്മുടെ ജോലിക്ക് കൊടുക്കേണ്ട, നമ്മൾ സമ്പാദിക്കേണ്ട, നമ്മുടെ കുടുംബത്തിന് കൊടുക്കേണ്ട സന്തോഷങ്ങളുടെ സമയം നമ്മൾ ഈ സമൂഹത്തിൽ എന്താണ് നടക്കുന്നത് എന്നറിയാൻ ചെലവഴിക്കുകയാണ്. രാവിലെ 5 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഒരു വാർത്ത കൊടുത്താൽ, നേരത്തെ ചോദ്യമാണ്, കൊടുത്താൽ നമ്മളിത് കാണാനിരിക്കുന്ന പ്രേക്ഷകനെ വില കുറച്ച് കാണിക്കല്ലേ? നമ്മൾ എന്ത് മണ്ടത്തരം ഏത് സമയത്ത് കാണിച്ചാലും, അല്ലെങ്കിൽ ഒരേ കാര്യം മാത്രം കാണിച്ചാലും ഇവൻ കണ്ടോളും എന്ന പ്രിവിലേജ് എടുക്കല്ലേ? അത് പറ്റുമോ? അപ്പം അതുകൊണ്ട് എല്ലാ വാർത്തയും കൊടുക്കും എന്ന് പറയുന്നത് ഒരു ഗതികേടാണ്. ഇപ്പോൾ ലോകത്ത് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം അസാധ്യമാകുന്ന രീതിയിലാണ് ഇന്ത്യയിലെ സാഹചര്യം എന്ന് വിലയിരുത്തപ്പെടുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയത്, തെറ്റോ ശരിയോ എന്ന് എനിക്കറിയില്ല, ഞാൻ മനസ്സിലാക്കിയത് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വതന്ത്ര മാധ്യമ പ്രവർത്തകർ വധിക്കപ്പെട്ടത് ഇന്ത്യയിലാണ്. അപ്പോൾ ഒരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം അസാധ്യമായ ഒരു സാഹചര്യത്തിലാണോ നമ്മുടെ ഈ മാധ്യമരംഗം പോയിക്കൊണ്ടിരിക്കുന്നത്? അതിൽ ഒരു മാധ്യമ പ്രവർത്തക എന്നുള്ള നിലക്ക് മാധവിന് എന്ത് തോന്നുന്നു എന്നതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ശരി, നമുക്ക് ഇവിടുന്ന് തുടങ്ങാം അല്ലേ? ശരിയാണ്, മാധ്യമപ്രവർത്തനം സ്വതന്ത്രമായിരിക്കണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതായത് ഞങ്ങൾ മാധ്യമപ്രവർത്തകർ വിചാരിക്കുന്നത്, മാധ്യമപ്രവർത്തകർ സ്വതന്ത്രരായിരിക്കണമെന്നാണ് ഈ സമൂഹം വിചാരിക്കുന്നത്. അതിൻ്റെ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മളെ തൊടുമ്പോൾ അത്ര സ്വാതന്ത്ര്യം വേണ്ട എന്നൊരു നിലപാടെടുക്കും. ഇപ്പം നമ്മുടെ വീട്ടിലൊരു അതിപ്പം ഞാനും അതെ എൻ്റെ വീട്ടിലൊരു പ്രശ്നമുണ്ടായാൽ ഞാൻ മാതൃഭൂമി വിളിച്ച് പറയുകയല്ല ആദ്യം ചെയ്യുക, ഞാൻ ഏഷ്യാനെറ്റിലോ റിപ്പോർട്ടറിലോ വിളിച്ച് പറയുകയല്ല ആദ്യം ചെയ്യുക. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ സ്വകാര്യത എന്ന് പറയുന്ന പ്രശ്നമുണ്ട്. അവിടെ നമ്മൾ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് തടസ്സം നിൽക്കും. ഇപ്പം നമ്മുടെ ഏരിയ കമ്മിറ്റിയിൽ ഒരു അടി നടന്നു, നമ്മുടെ മണ്ഡലം ഓഫീസിലൊരു അടി നടന്നിട്ടുണ്ടല്ലോ അല്ലേ പലയിടത്തും. അപ്പം നമ്മൾ മാധ്യമപ്രവർത്തകരെ വിളിച്ച് പറയുമോ? ഇല്ല. പക്ഷെ അപ്പുറത്തോളം വിളിച്ച് പറയും, മീഡിയക്കാർ വരും. എന്ത് ചെയ്യും നമ്മൾ? അവിടെ ആ ഗേറ്റിന് അപ്പുറത്തുള്ള സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം മതി, ഇങ്ങോട്ട് വേണ്ട എന്ന് പറയും. നമ്മുടെ സംസ്ഥാനത്തൊരു പ്രശ്നമുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ അപഹസിച്ച് മറ്റൊരു സംസ്ഥാനത്തെ മാധ്യമങ്ങൾ നിരന്തരം കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ കൊടുത്ത് ഉത്തരേന്ത്യയിൽ ആഘോഷിച്ചു. നമ്മൾ എന്ത് പറയും? ഇവിടെ എന്താണെന്ന് ഞങ്ങൾക്കറിയാം, ഇതല്ല ഒറിജിനൽ കേരള സ്റ്റോറി എന്ന് പറയും. അപ്പം അവരത് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് എന്ന തിരിച്ചറിവിൽ നമ്മൾ എന്ത് പറയും? നമ്മൾ ശരി, മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടെന്ന് നമ്മൾ അനുവദിച്ചു കൊടുക്കുമോ? ഇല്ല, നമ്മൾ കൊടുക്കില്ല. അങ്ങനെ ഇപ്പം സത്യമാണെങ്കിലും നമ്മൾ ചിലപ്പോൾ ചെറുക്കും, കള്ളമാണെങ്കിലും നമ്മൾ ചിലപ്പോൾ ചെറുക്കും. ഈ ഏറ്റവും കൂടുതൽ സ്വതന്ത്ര മാധ്യമ പ്രവർത്തകർ വധിക്കപ്പെട്ടത് ഇന്ത്യയിലാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷെ മാധ്യമ പ്രവർത്തകർ ശരിയാണ്,
വധിക്കപ്പെട്ടിട്ടുണ്ട്, അത് സംഭവിച്ചിട്ടുണ്ട്. ഇനി നോക്കൂ, സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്ന് ശരിയാണ്. ഇപ്പം ഈ ടെലിവിഷൻ ചാനലുകളും ന്യൂസ് പേപ്പറുകളും നടത്തി വന്നിരുന്ന മാധ്യമ പ്രവർത്തനം എന്നുള്ളതിനപ്പുറത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ 2016 ആണെന്ന് തോന്നുന്നു ജിയോ വരുന്നത്. നിങ്ങളിൽ ഏറെക്കുറെ എല്ലാവർക്കും 258 രൂപയ്ക്ക് 1 GB റീചാർജ് ചെയ്തിരുന്ന ഓർമ്മയുണ്ടല്ലോ? എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോഴോ? ഇപ്പം നമുക്ക് ഡെയിലി 2 GB വരെ ഒരു മാസം 400 രൂപയ്ക്ക് കിട്ടും. എന്തിനായിരിക്കാം ഈ ഇനിഷ്യേറ്റീവ് ആദ്യമായിട്ടുണ്ടായത്? ആ ഇനിഷ്യേറ്റീവ് ആദ്യമായിട്ടുണ്ടത് നമ്മുടെ നാട്ടിൽ സ്വതന്ത്ര ഇൻ്റർനെറ്റ് സാക്ഷരത വന്നുകൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ടാണെന്ന് നമുക്ക് നിഷ്കളങ്കമായി പറയാം. അതിൻ്റെ കൂടെ ഫോൺ എന്തിനായിരിക്കും ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവുക? അതിൻ്റെ കൂടെ ഇടയ്ക്ക് ഫോൺ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഇനി ഇത് റീചാർജ് ചെയ്യുകയേ വേണ്ട കുറേ കാലത്തേക്ക് എന്നൊരു സാധനം ഉണ്ടായിരുന്നല്ലോ, അതെന്തിനായിരിക്കും? അതിന് പിന്നാലെ ഒരു ലോക്സഭാ ഇലക്ഷൻ വരുന്നുണ്ട്, അതിന് പ്രൊപ്പഗാൻഡ വിൽക്കണമായിരുന്നു. ഉത്തരേന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളിലും പല ആളുകൾക്കും 7000 രൂപയുടെയോ 8000 രൂപയുടെ സ്മാർട്ട് ഫോൺ ഒരു ലക്ഷറിയാണ്. അവൻ ഇത് വാങ്ങിയിട്ട് ഈ പ്രൊപ്പഗാൻഡ വാങ്ങില്ല. അപ്പോൾ ഫോൺ അടക്കം, അതിലുപയോഗിക്കേണ്ട ഇൻ്റർനെറ്റ് അടക്കം ഫ്രീ ആയി കൊടുക്കുകയാണ്. എവിടുന്ന ലാഭം? ശരി, ഇന്ത്യയിലുള്ള മുഴുവൻ മനുഷ്യരും ഇൻ്റർനെറ്റ് സാക്ഷരരായിക്കോട്ടെ എന്ന് വെച്ചൊരു കുത്തക കമ്പനി ഫോണും കൊടുക്കുന്നു, നെറ്റും കൊടുക്കുന്നു, നിങ്ങൾ അങ്ങോട്ട് അനുഭവിച്ചോളൂ എന്ന് പറയുന്നു. കോമൺ സെൻസ് ഉള്ളവൻ വിശ്വസിക്കുമോ? ഇല്ല. വാട്സപ്പിലൂടെ യൂണിവേഴ്സിറ്റികൾ തുറക്കുകയാണ്, ക്യാപ്സൂളുകൾ കച്ചവടം ചെയ്യുകയാണ്, അതിൻ്റെ പേരിൽ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുകയാണ്. ഈ കുത്തക കമ്പനികളുടെ യഥാർത്ഥത്തിലുള്ള സ്പോൺസേഴ്സ് രാഷ്ട്രീയ താല്പര്യമുള്ളവരാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് അറിയാഞ്ഞിട്ടാണോ? അല്ല. പക്ഷെ നമുക്ക് 258 രൂപ ചെലവില്ല. നമുക്ക് 1 GB പകരം ഈ പറയുന്ന 10-60 GB ഒരു മാസം കിട്ടും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഗുണഭോക്താക്കളാകും. നമ്മളതിൻ്റെ ഗുണഭോക്താക്കളാകുമ്പോൾ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു പങ്ക് നമ്മൾ അവിടെ അങ്ങോട്ട് കളയും. അപ്പോൾ നമുക്ക് അത്ര സ്വാതന്ത്ര്യം മതി. നമുക്ക് 258 രൂപയുടെ ലാഭവും കുറച്ച് GB-യും കിട്ടുമ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ ഒരു ഭാഗവും നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു ഭാഗവും നമ്മൾ കുത്തക കമ്പനികൾക്ക് കൊടുക്കാൻ തയ്യാറാണ്, അവരുടെ സ്പോൺസേഴ്സായ രാഷ്ട്രീയക്കാർക്ക് കൊടുക്കാൻ തയ്യാറാണ്. പിന്നെ നമ്മൾ മീഡിയ കുറ്റം പറയുന്നത് എങ്ങനെയാണ്? നമ്മൾ എത്ര സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം അനുവദിച്ചു കൊടുക്കും? നിങ്ങൾ ഓരോരുത്തരുടെയും രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ മാധ്യമ പ്രവർത്തകർ പറയുമ്പോൾ അവരെ നിങ്ങൾ എത്രത്തോളം സ്വതന്ത്ര മാധ്യമ പ്രവർത്തകരായിട്ട് കാണുന്നുണ്ടെന്ന് സ്വയം വിലയിരുത്തിയിട്ട് നമുക്ക് സംവിധാനങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് സംവിധാനങ്ങളോട് ചോദിക്കാം, ഈ നാട്ടിൽ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് എത്ര സാധ്യതയുണ്ട് എന്ന്. നിങ്ങൾ എത്ര മോശമായിട്ടാണ് ഞങ്ങളോട് പറയുന്നത്. കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ഇറച്ചിക്കടയുടെ മുന്നിൽ നിൽക്കുന്ന പട്ടികളാണെന്ന് പറയുന്നത് കേട്ടോണ്ട് നിന്നിട്ടുണ്ട് ഞങ്ങൾ. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനമാണോ? അഭിമാനം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ഇല്ലേ? മാധ്യമ പ്രവർത്തകർക്ക് ഇല്ലായ്മയുണ്ടോ? എൻ്റെ മുഖത്ത് നോക്കി ഒരാൾ പട്ടി എന്ന് വിളിച്ചാൽ അതിൻ്റെ ബാക്കി കണ്ടിട്ടേ ഞാൻ എൻ്റെ വീട്ടിൽ പോവുള്ളൂ. സത്യമായിട്ടും അതെ. പക്ഷെ ഇതൊരു തൊഴിലാളി വർഗത്തെ മുഴുവൻ വിളിക്കുകയാണ്. പക്ഷെ അവിടെ നിൽക്കുന്ന മനുഷ്യർക്ക് ഇനി ഞങ്ങളിത് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഇറങ്ങി വരാൻ പറ്റുമോ? ഇറങ്ങി വരണമെന്നാണ് അവരുടെ ആവശ്യം. അവിടെ നടക്കുന്ന ചർച്ചകൾ അറിയരുത്, അവിടെ നടക്കുന്ന കുതന്ത്രങ്ങൾ അറിയരുത് എന്ന് വിചാരിക്കുന്നിടത്ത് മാധ്യമപ്രവർത്തകർ ബഹിഷ്കരിച്ചാൽ മതി. അപ്പോൾ ബഹിഷ്കരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ മാധ്യമപ്രവർത്തനം എങ്ങനെ സാധ്യമാവും? ഇപ്പോൾ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തെ വെല്ലുവിളിക്കാൻ സംവിധാനങ്ങൾ തയ്യാറാകുമ്പോഴും അതിങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ടും അതിൻ്റെ പെയിൻ എടുക്കാൻ കുറേ മനുഷ്യർ തയ്യാറാകുന്നു. ഞാൻ അവരെ ബഹുമാനത്തോടു കൂടി കാണുന്നു. ഞാൻ പുറത്തുപോയി പണിയെടുക്കാറില്ല. ഞാൻ പക്ഷേ അവരുടെ ആ പെയിനെ അപമാനിക്കപ്പെട്ടാലും കമ്പും കോലും എന്നാണല്ലോ മൈക്കിൽ പറയാം. നോക്കൂ, തൊഴിലാളി പ്രസ്ഥാനങ്ങളാണ്. തൊഴിലാളി പ്രസ്ഥാനങ്ങൾ തൊഴിലെടുക്കുന്നവൻ്റെ തൊഴിലുപകരണത്തെ അപഹസിച്ച് സംസാരിക്കുകയാണ്. പക്ഷെ ആ പെയിൻ എടുക്കാൻ അഭിമാനബോധമില്ലാഞ്ഞിട്ടല്ല, കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി മാത്രമല്ല, പണി വേറെയുണ്ട് നാട്ടിൽ. അത്യാവശ്യം വിദ്യാഭ്യാസമുള്ളവരൊക്കെ തന്നെയാണല്ലോ ഈ ജോലിക്ക് പോകുന്നത്. അത്യാവശ്യം ആരുടെയും ആട്ടും തുപ്പും കൊള്ളാതെ തന്നെ പണിയെടുക്കാൻ കഴിയുന്ന സംവിധാനം ഈ നാട്ടിലുണ്ടല്ലോ. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി മാത്രമല്ല മാധ്യമപ്രവർത്തനം ചെയ്യുന്നത് പലരും എന്ന വിശ്വാസത്തിൽ ഞാൻ അവരോടുള്ള ബഹുമാനത്തോടു കൂടിയാണ് ഈ തൊഴിൽ തുടരുന്നത്. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തെ പറ്റിയാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. ഭരണകൂടം അതിൻ്റെ എല്ലാ അധികാരങ്ങളും എല്ലാ ഉപകരണങ്ങളും സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം അസാധ്യമാകുന്ന രീതിയിൽ രാജ്യത്ത് പ്രവർത്തിക്കുന്നു എന്നത് ഒരു വസ്തുനിഷ്ഠമായ കാര്യമാണ്. മാധു ആ കാര്യത്തെപ്പറ്റി സൂചിപ്പിച്ചില്ല. ആ കാര്യത്തെപ്പറ്റി മാധുവിൻ്റെ അഭിപ്രായം എന്താണ്? ഏത് കാലത്തില്ല ഇപ്പോൾ മാത്രമല്ല, ഞാൻ പറഞ്ഞത് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തെ പറ്റി നമ്മൾ സംസാരിച്ചപ്പോൾ മാധു സൂചിപ്പിച്ചു
രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ആളുകൾ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്നു. തെറ്റാണ്, ഒരിക്കലും അനുവദിക്കാൻ പറ്റാത്ത പ്രവണതയാണ്. അതേപോലെ രാജ്യത്തെ ഭരണകൂടത്തിൻ്റെ സർവ്വ അധികാരങ്ങളും സർവ്വ ഉപകരണങ്ങളും മാധ്യമരംഗത്തെ കൂച്ചുവിലങ്ങിടാൻ ഉപയോഗിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ വിഷയത്തിൽ മാധുവിൻ്റെ അഭിപ്രായം എന്താ? എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പറയാതെ അതിൻ്റെ വർത്തമാനത്തെക്കുറിച്ച് പറയുക സാധ്യമല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാ കാലത്തും അച്ചുനിരത്തുന്നതിന് പോലീസുകാർ കാവൽ നിന്നിട്ടുള്ള ചരിത്രം നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങൾക്ക് ഇല്ല എന്ന അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തർക്കിക്കാൻ തയ്യാറാണ്. ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിലെ ജനാധിപത്യം തോക്കിൻ കുഴലിൽ നിൽക്കുമ്പോൾ ലാത്തിത്തുമ്പിൽ നിൽക്കുന്ന സമയത്ത് വില നിലവാരം കൊടുക്കേണ്ടി വന്ന ഗതികേട് അനുഭവിച്ച മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിനോട് ഫൈറ്റ് ചെയ്തവരുമുണ്ട്. അതിനുവേണ്ടി മാത്രം മാധ്യമ പ്രസ്ഥാനങ്ങൾ ഒരുപാട് ഇവിടെ തുടങ്ങിയിട്ടുമുണ്ട്. അതിനോട് ഫൈറ്റ് ചെയ്യാം എന്ന് തീരുമാനിച്ചിട്ട്. ഞാൻ ജോലി ചെയ്യുന്ന പ്രസ്ഥാനം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായ പ്രസ്ഥാനമാണ്. അപ്പോൾ അതിനോട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള, അതും നോക്കൂ, നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവ്യവസ്ഥയ്ക്ക് പുറത്തുള്ള അധികാര സംവിധാനത്തോട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറായ ഒരു സംവിധാനമാണത്. അതെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് നോക്കൂ, ഇന്ന് പക്ഷേ ലോകം നമ്മുടെ ജനാധിപത്യത്തെ ഉറ്റുനോക്കും. നമ്മൾ എന്താ പറയുക, ലോകത്തെ ഏറ്റവും മഹത്തായ ജനാധിപത്യം ഇന്ത്യക്കാണ് എന്ന് പറയും. അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സെൻസർഷിപ്പ് ഇല്ല. പകരം നേരത്തെ പറഞ്ഞതുപോലെ കുത്തക സംവിധാനങ്ങളെ സ്പോൺസർ ചെയ്ത് അവരെ കൊണ്ട് വാങ്ങിപ്പിക്കുകയാണ്. ഈ പറയുന്ന ഇന്ന് നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ അധികാരത്തിന് നിന്നുകൊടുക്കുന്നു എന്ന് പറയുന്ന ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ പലതും, എല്ലാത്തിനെയും അടച്ചല്ല പറയുന്നത്, പലതും ഇന്ന് സംസ്ഥാനത്ത് കുപ്പിയും കോഴിക്കാലും, നിങ്ങൾ വാട്സാപ്പിൽ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ, വായിച്ചിട്ടുണ്ടല്ലോ, മാധ്യമപ്രവർത്തകർ കുപ്പിയും കോഴിക്കാലും വാങ്ങിയിട്ടാണ് ഈ ജോലി ചെയ്യുന്നതെന്ന്. അപ്പോൾ അങ്ങനെ അപഹസിക്കുന്ന മാധ്യമങ്ങൾ, അങ്ങനെ അപഹസിക്കപ്പെടുന്നവയിൽ ഉള്ളതും ഇല്ലാത്തതുമായ അപമാനങ്ങൾ കേൾക്കുന്ന മാധ്യമങ്ങൾ നോക്കൂ, അവർക്ക് അതിനപ്പുറത്തേക്കുള്ളൊരു ചരിത്രമുണ്ട്. അത് വാങ്ങപ്പെടുന്നതിന് മുൻപുള്ള ചരിത്രം. ആ വാങ്ങപ്പെടുന്നതിന് മുൻപുള്ള ചരിത്രം, കുത്തകകൾ പണം കൊടുത്ത് മാധ്യമങ്ങളെ വാങ്ങി അവരുടെ എഡിറ്റോറിയൽ പോളിസി തീരുമാനിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ദേശീയ മാധ്യമ രംഗത്ത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ പുതിയ അവതാരങ്ങൾ നമുക്ക് ഇവിടെയും കാണാൻ ഇപ്പോൾ സാധിക്കുന്നുമുണ്ട്. അത് ശരിയാണ്. പക്ഷെ അത് നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ മുഴുവൻ സംവിധാനങ്ങളെയും ഉപയോഗിച്ചല്ല. നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയം സ്പോൺസർ ചെയ്യാൻ തയ്യാറാകുന്ന കുത്തക പ്രസ്ഥാനങ്ങളിലൂടെയാണ്. മുകളിൽ അതിസുന്ദരമാണ്, മുകളിൽ ജനാധിപത്യമാണ്, അടിയിൽ ഇങ്ങനെ ചീഞ്ഞു നാറിക്കിടക്കുന്നുണ്ട് എന്നതേയുള്ളൂ അസ്വാതന്ത്ര്യത്തിൻ്റെ, പാരതന്ത്ര്യത്തിൻ്റെ, ഏറ്റവും ശോഷിച്ചു പോയ ജനാധിപത്യത്തിൻ്റെ വികൃതമാക്കപ്പെട്ട അഴുകിപ്പോയ മൃതശരീരം. പോളിസി തീരുമാനിക്കുന്ന കാര്യം ഇവിടെ സൂചിപ്പിച്ചു. ഇപ്പം അടുത്ത കാലത്ത് രാജ്യത്തെ കോടിക്കണക്കിന് മനുഷ്യരുടെ വിശപ്പിൻ്റെ കാര്യം, തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്ന ഒരു ബൃഹത്തായ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അത് രാജ്യത്തെ കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയം. നമ്മുടെ മുൻനിര മാധ്യമങ്ങൾ അതെത്രത്തോളം ചർച്ച ചെയ്തു, എത്രത്തോളം അതിൻ്റെ അപകടം ഭരണകൂടത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു എന്നത് പരിശോധിക്കുമ്പോൾ നിരാശ തോന്നുന്നു എന്നതാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് തോന്നിയത്. മാധുവിൻ്റെ അഭിപ്രായം എന്താ? എനിക്കതിൽ തർക്കമില്ല. ഇതിനേക്കാൾ ഉച്ചത്തിൽ ആ ശബ്ദം ഉണ്ടാകേണ്ടിയിരുന്നു എന്നതിൽ തർക്കമില്ല. പക്ഷെ അതിലൊരു പിശകുണ്ട്. തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിൽ, അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിലാണ് മാറ്റം വന്നിരിക്കുന്നത്. റദ്ദ് ചെയ്യുക എന്നുള്ളതല്ല. ഓക്കെ, അപ്പോൾ അതിൽ തീരുമാനങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. നോക്കൂ, നമ്മുടേതൊരു ജനാധിപത്യ സംവിധാനമാണ്. ഒരു സർക്കാരിന് അവരുടെ നയത്തിൽ, ഒരു പദ്ധതി നടത്തിപ്പിൽ മാറ്റം വരുത്താനുള്ള ശേഷിയുണ്ട് എങ്കിൽ അവരത് ചെയ്യും. ഭരണഘടന ഭേദഗതി ചെയ്യുന്ന ജനാധിപത്യമാണിത്, അല്ലേ? ചെയ്യേണ്ടതാണ്. കാലങ്ങൾ പോകുമ്പോൾ വളരെ റിജിഡായിട്ട് നിൽക്കുന്ന ഒരു ജനാധിപത്യത്തെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ ജനാധിപത്യം തന്നെ ജനാധിപത്യം ഇല്ലാത്ത ഒന്നായി മാറും. ഒരു കേന്ദ്ര സർക്കാരിന് അവർക്ക് വലിയ തോതിലുള്ള ഭൂരിപക്ഷമുണ്ട്. അവർക്കൊരു പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് തോന്നുന്നു. എന്ത് ചെയ്യാൻ കഴിയും? പ്രതിഷേധിക്കാൻ കഴിയും. മാധ്യമങ്ങൾ ഇതിനേക്കാൾ ഉയർന്ന ശബ്ദത്തിൽ പ്രതിഷേധിക്കണമെന്നു തന്നെയാണ് എൻ്റെ അഭിപ്രായം. ആ വിമർശനം ഞാൻ ഉൾക്കൊള്ളുന്നു. എത്രത്തോളം രാഷ്ട്രീയ പാർട്ടികൾ
അവർക്കാണ് ചെയ്യാൻ കഴിയുക. സംസ്ഥാനങ്ങൾക്ക് ചെയ്യാൻ കഴിയും, അല്ലേ? മുഖ്യമന്ത്രിമാർക്ക് ചെയ്യാൻ കഴിയും. എത്രത്തോളം ശബ്ദത്തിൽ ജനങ്ങളുടെ പ്രാതിനിധ്യ അവകാശമുള്ളവരല്ലേ ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളൊരു ചോദ്യം ഞാൻ തിരിച്ചു വെക്കുന്നു. അവിടെ മറ്റു വിഷയങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നത് പോലെ ഈ വിഷയം കൊണ്ടുവന്നില്ല എന്നതാണ് ഞാൻ ആ വിമർശനം അംഗീകരിക്കുന്നു. നമ്മുടെ സമയം കഴിയാറായി. ഈ മാധവിന് തന്ന വിഷയം ഒരു യഥാർത്ഥ മാധ്യമപ്രവർത്തകയുടെ കടമ, അതാണ് വിഷയം. അപ്പോൾ ആ വിഷയത്തെപ്പറ്റി പലതും ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അത് ക്രോഡീകരിച്ച് നമുക്ക് ഒരു അഭിപ്രായം ആ കാര്യത്തിൽ സൂചിപ്പിക്കാം. ലോകത്തെ മാറ്റിമറിച്ച് കളയാം എന്നൊരു ചിന്ത കൊണ്ട് മാധ്യമപ്രവർത്തകരായ പല മനുഷ്യരെയും എനിക്കറിയാം. കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ രാഷ്ട്രീയക്കാരാണെങ്കിലും രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് അങ്ങനെ തന്നെ വിചാരിച്ചിട്ടാണ്. പക്ഷെ പിന്നെ മനസ്സിലാവും നമ്മൾ കുറച്ച് പേര് മാറിയാൽ അത്രയുമായി എന്ന്, ഒരു മനുഷ്യൻ മാറിയാൽ അത്രയുമായി എന്ന്. അതുപോലെ ലോകത്തെയും എല്ലാത്തിനെയും മാറ്റിമറിച്ച് കളയാം എന്ന് വിചാരമില്ലെങ്കിലും പക്ഷപാതിത്വം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് പുതിയ കാലത്തൊരു മാധ്യമപ്രവർത്തകൻ്റെ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നും ദൗത്യമെന്നും ഞാൻ വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു താല്പര്യത്തിന് വേണ്ടി ശബ്ദിക്കാതെ ആ താല്പര്യത്തിന് എതിരെ ശബ്ദിക്കാൻ കഴിയുന്ന കുറേ മാധ്യമപ്രവർത്തകരും കൂടി ഉണ്ടാകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ മുന്നിലുള്ള മനുഷ്യരെല്ലാം മക്കളുള്ളവരാണ്. പുസ്തകം വായിക്കാൻ അവരോട് പറയണമെന്നൊരു അപേക്ഷ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നു. പത്രം വായിക്കണം എന്ന് നിർബന്ധബുദ്ധിയ അവരോട് പറയണമെന്നൊരു അപേക്ഷ ഞാൻ പറയുന്നു. അത് എൻ്റെ ചാനലിന് റേറ്റിംഗ് കൂടാനോ എൻ്റെ സ്ഥാപനത്തിൻ്റെ പത്രത്തിൻ്റെ സർക്കുലേഷൻ കൂടാനോ ആണ് എന്ന് പറയരുത്. അതിനു വേണ്ടിയിട്ടല്ല. നാട്ടിൽ എന്താണ് നടക്കുന്നത് എന്ന് തിരിച്ചറിയാത്ത ജനം കൂടി ഉണ്ടായാൽ ജനാധിപത്യം അവശേഷിക്കില്ല. നമ്മുടെ ഭരണ സംവിധാനം ജനാധിപത്യത്തിൽ അടിസ്ഥാനപ്പെടുത്തിയതാണ്. മനുഷ്യനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്ന തലച്ചോറുള്ള പുതിയ തലമുറ ഉണ്ടാകാതിരിക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അത് എല്ലാവരുടെയും ആഗ്രഹമായിരിക്കണമെന്നൊരു അപേക്ഷ മുന്നിൽ വെക്കുന്നു. ഇവിടെ നമ്മുടെ സമാപന സമ്മേളനത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ മാധു ഈ വൈകുന്നേരം നമ്മളോടൊപ്പം സംവദിക്കാൻ എത്തിയതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. കേരളത്തിൻ്റെ മാധ്യമരംഗത്ത് നിഷ്പക്ഷവും നീതിപൂർവമായി പ്രവർത്തിച്ച് ശ്രദ്ധേയമായ വ്യക്തിത്വമായി ഉയരങ്ങളിലെത്തട്ടെ എന്ന് വടകരക്കാർക്ക് വേണ്ടി, കടത്തനാടുകാർക്ക് വേണ്ടി ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സന്തോഷം എൻ്റെതാണ്. എനിക്ക് എല്ലാവരെയും കാണാൻ പറ്റിയല്ലോ. ഈ സെഷനെ ഔപചാരികമായ നന്ദി അർപ്പിക്കാൻ വേണ്ടി വിഷ്ണു മുതുവീട്ടിലിനെ ക്ഷണിക്കുന്നു. ഒരു മാധ്യമപ്രവർത്തകയുടെ ദൗത്യം എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മോട് സംവദിച്ച ശ്രീമതി മാധു സജിക്കും ഈ ഒരു സെഷൻ്റെ മോഡറേറ്റർ മുസക്കും സ്വാഗത ഭാഷണം നടത്തിയ നിജേഷ് മുരാടിനും നിങ്ങൾ ഓരോരുത്തർക്കും ഈ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു.